ആദായനികുതി കേസിൽ കോൺഗ്രസിന് തിരിച്ചടി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 3 വർഷത്തെ നികുതി വരുമാനം പുനർനിർണയിക്കുന്നതിനെതിരായ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ജസ്റ്റിസുമാരായ യശ്വന്ത് വർമ്മ, പുരുഷേന്ദ്ര കുമാർ കൗരവ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെയാണ് വിധി. 2018-19 സാമ്പത്തിക വർഷത്തെ നികുതി കോൺഗ്രസ് നൽകിയില്ലെന്നു കാട്ടി പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിലെ 115 കോടി രൂപ ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. എംപിമാർ നൽകിയ സംഭാവനയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം അവഗണിച്ചാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. കോൺഗ്രസ് 250 കോടി രൂപയോളം നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് ആദായനികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിക്ക് കിട്ടിയ 199 കോടി രൂപ സംഭാവനയിൽ 14 ലക്ഷം രൂപ അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി 210 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. കോൺഗ്രസിന്റെ 2014 മുതൽ 2017 വരെയുള്ള നികുതി കുടിശ്ശിക 520 കോടിയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയെ ഇൻകം ടാക്സ് വിഭാഗം അറിയിച്ചത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പിനെ ഉപയോഗിച്ച് മരവിപ്പിച്ച് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമ്പത്തികമായി തകർക്കാൻ നരേന്ദ്രമോദി ഗൂഢനീക്കം നടത്തുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു. അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നൽകാൻ പോലും പണം പാർട്ടിയുടെ കയ്യിലില്ലെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ആദായനികുതി നൽകേണ്ടതില്ലെന്നാണ് നിലവിലെ ചട്ടമെന്നിരിക്കെ BJP അടക്കം ഒരു പാർട്ടിയും നികുതി നൽകുന്നില്ലെന്നും കോൺഗ്രസിനെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും നേതാക്കൾ ആരോപിച്ചിരുന്നു. അതേസമയം കോൺഗ്രസിന്റെ ആരോപണങ്ങൾ BJP നിഷേധിച്ചു. നികുതി വെട്ടിപ്പിൽ കോൺഗ്രസ് കുറ്റക്കാരാണെന്നും അതുകൊണ്ടാണ് നടപടി നേരിടേണ്ടി വന്നതെന്നും BJPയുടെ പക്ഷം.